എന്റെ ഫാമിലിയിൽ കല്യാണം. ഫാമിലി വെഡിംഗ് സെന്റർ. ഇനി ലോകകപ്പ് ഫുട്ബോൾ വിശേഷങ്ങൾ. തിരൂർ നഗരത്തെ ആവേശത്തിലാഴ്ത്തി തിരൂർ പൗരസമിതിയുടെ ആരവം 2022 ഫുട്ബോൾ ആഘോഷ റാലി. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ മുന്നോടിയായാണ് തിരൂർ പൗരസമിതി പ്രമുഖ ക്ലബ്ബുകൾ അണിനിരത്തി ആഘോഷ റാലി സംഘടിപ്പിച്ചത്. തിരൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലി കുറുക്കുളി മൊയ്തീൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച ആരവം 2022 ഫുട്ബോൾ ആഘോഷ റാലി കുറുക്കുളി മൊയ്തീൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫുട്ബോൾ പ്രേമികളുടെ വലിയൊരു ആഘോഷമാണ് 20-ന് ഖത്തറിൽ നടക്കാനിരിക്കുന്നത്. അടുത്ത കുറേ ദിവസങ്ങളിലായി ലോകമാകെ ഉറ്റുനോക്കുന്നത്, പ്രത്യേകിച്ച് കായിക പ്രേമികളുടെ കണ്ണും കാതും ഖത്തറിലേക്കാണ്. അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു വിളംബര ഘോഷയാത്രയാണ് ഇന്ന് താഴെപ്പാലത്ത് നിന്ന് ആരംഭിക്കാനിരിക്കുന്നത്. ഇവിടുത്തെ പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രിയങ്കരായ ജൗഹറും കൂട്ടുകാരും ഒരുക്കിയിട്ടുള്ള അവിടെ നേതൃത്വത്തിലുള്ള സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ വെച്ച് ഈ ഘോഷയാത്ര ആരംഭിക്കുകയാണ്. ഞാനിത് എല്ലാ ഭാവങ്ങളും നേരും. ഇതിന് ഔപചാരികമായ തുടക്കം കുറിച്ചതായി ഞാൻ പ്രഖ്യാപിക്കും. ഖത്തറിൽ നടക്കുന്ന ലോകകപ്പിന്റെ ഭാഗമായി തിരൂര് പൗരസമിതി നടത്തുന്ന ഘോഷയാത്രക്ക് എന്റെയും ഏക ഗ്രൂപ്പിന്റെയും എല്ലാവിധ സപ്പോർട്ടും. ഓൾ ദ ബെസ്റ്റ്. ഖത്തറിൻ മൈതാനത്തിൽ പരപ്പിൽ പുതിയൊരു ചരിത്രം തീർക്കാൻ 6ാം കിരീടം തേടി ബ്രസീലും 5ാം കിരീടം തേടി ജർമ്മനിയും കിരീട നേട്ടങ്ങളുടെ എണ്ണം കൂട്ടാൻ ഫ്രാൻസും അർജന്റീനയും സ്പെയിനും തുടങ്ങി 32ഓളം ടീമുകൾ അരയും തലയും മുറുക്കി കടന്നുവരും. തിരൂർ പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായി പ്രമുഖ ക്ലബ്ബുകളെ അണിനിരത്തി ആഘോഷ റാലി സംഘടിപ്പിച്ചത്. നഗരം ചുറ്റി ആഘോഷ റാലി തിരൂർ റിംഗ് റോഡിൽ സമാപിച്ചു. തുടർന്ന പരിപാടിയിൽ കുറുക്കുളി മൊയ്തീൻ MLA, ആഷിഖ് കൈനിക്കര, നഗരസഭാ വൈസ് ചെയർമാൻ P. രാമൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഗിരീഷ്, തിരൂർ DSP VV ബെന്നി, തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി PP അബ്ദുറഹ്മാൻ, ജൗഹർ, ഗഫൂർ പില്ലിലീസ്, റാഫി തിരൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്ന് പൗരാവലി സംഘടിപ്പിക്കുന്ന ഒരു വലിയ റാലി ആഘോഷ പരിപാടി നമ്മൾ തിരൂർ നഗരത്തെ കയ്യിലെടുത്ത് അമ്മാനമാടിക്കൊണ്ട് നടന്നിരിക്കുകയാണ്. ഞാൻ ഈ ഫുട്ബോൾ പ്രേമികളെയും ഇതിന് നേതൃത്വം കൊടുത്ത ഈ പൗരസമിതിയുടെ നായകരായി ഇതിന് മുമ്പിൽ നിൽക്കുന്ന പ്രിയങ്കനായ ജൗഹർ, അതേപോലെ തന്നെ പ്രിയപ്പെട്ട റാഫി, നൌഷാദ് അടക്കമുള്ള എല്ലാ ആളുകളെയും, ഇവിടെയുള്ള നൌഷാദ്, മറ്റുള്ള ആളുകൾ എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാൻ കൂടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. വളരെ സന്തോഷത്തോടെ പറയട്ടെ, ഈ ആരവം 2022 എന്ന് പറയുന്ന ഈ സംവിധാനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്യാനുള്ള അവസരം ലഭിച്ചത് വളരെ സന്തോഷമായി ഞാൻ ഈ സമയം ഓർക്കുകയാണ്. ഇതിന് തുടക്കം എന്റെ കൈകൊണ്ട് നടത്താൻ സാധിച്ചു എന്നതിൽ അഭിമാനം കൊള്ളുകയാണ്. തിരൂരിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, കായിക രംഗത്തിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന, പ്രത്യേകിച്ച് ഫുട്ബോളിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാട്, അത് നമ്മളെല്ലാം ആവേശത്തോടെ ഉറ്റുനോക്കുന്ന ഈ ലോകകപ്പിന്
നേരിട്ട് സാക്ഷിയാകുവാൻ വേണ്ടി കുറെ ആളുകൾ നമ്മൾ ഈ തിരൂരിന്റെ നാട്ടിൽ നിന്നും ഖത്തറിലേക്ക് പോകുന്നു എന്നുള്ളതും അവർക്ക് ഒരു യാത്രയയപ്പ് എന്നുള്ള നിലയ്ക്കാണ് ഈ ആരവം എന്നുള്ള പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.